പൊട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ശബ്ദം ഉള്ളതുകൊണ്ട് എല്ലാവരും അറിയും. പക്ഷെ ചീറ്റി പോയി കഴിഞ്ഞാൽ ആരും ആ പ്രസൻസ് പോലും അറിഞ്ഞില്ല എന്ന് വരും. നമുക്ക് തരം തഴഞ്ഞ് ഇങ്ങനെ റിവ്യൂവേഴ്സ് പറയുന്നത് ഭയങ്കര ഒരു മോശമായൊരു കാര്യമാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പടം പിടിക്കുന്നത്. അപ്പം തട്ടിപ്പ് സിനിമ പറഞ്ഞതാണ്. നിന്റെ സാംസ്കാരിക നിലവാരം സ്വല്പമെങ്കിലും ഉയരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കള്ളുടി സെർട്ടോലി പാട്ട് ലൈറ്റ് തുടങ്ങിയ ചർവിത ചർവണ ചളികളുടെ കുത്തൊഴുകാണ് ഫസ്റ്റ് ഹാഫിൽ. അത് നിങ്ങൾ ആരും ഈ റിവ്യൂവേഴ്സിന്റെ ഒപ്പീനിയൻ കണ്ടിട്ടല്ല സിനിമ കണ്ടത്. നിങ്ങളെല്ലാം അതിന് ധ്യാൻ ശ്രീനിവാസനോടൊപ്പം മുൻനിരയിൽ നിൽക്കുന്നത് ജീവയും ദിവ്യദർശനുമാണ്. പിഷാരടിയൊക്കെ വെറുപ്പിക്കൽ പറഞ്ഞാല് എന്താ അവര് സംസാരിക്കുന്നത്? പിഷാരടി അജുവും കൂടി എന്താ കാണിക്കുന്നേ? ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ബുദ്ധിപൂർവമായിരിക്കും. 10 ലക്ഷം രൂപ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കേണ്ടി വരും. സിനിമയിൽ ഒന്നുമില്ല, ഒരു ഇമോഷനും ഇല്ല, ഒരു രസവും ഇല്ല. ഇതൊരു സിനിമയായിട്ട് പോലും കൂട്ടാൻ പറ്റൂല. ഇതൊരു ഷോർട്ട് ഫിലിം ആയിട്ട് കൂട്ടിയാൽ പോലും വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഷോർട്ട് ഫിലിംസ്. ആദ്യം തരിക്കും, പിന്നെ കുത്തിത്തരിക്കും, എന്നിട്ടെല്ലാം മാറ്റിമറിക്കും. പോലും 3 അസഹനീയ സിനിമ കണ്ടതിലും ഭീകരമായിരുന്നു ഈ 1.25 ടോർച്ചർ സഹിച്ച് തിയേറ്ററിലിരുന്നത്. പുലി മുന്നോട്ട് ചാടുന്നതിന് മുമ്പ് ഒരു ചുവട് പിന്നോട്ട് പതുങ്ങും. അതുപോലെ ഇപ്പൊ ഞാൻ സ്വല്പം പുറകോട്ടാ, പക്ഷെ നാളെ ഞാൻ മുന്നോട്ട് കുതിക്കും. പ്രേക്ഷകരെല്ലാരും ഭയങ്കര ചിരിച്ചു, ഒരുപാട് ചിരിച്ചു. മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് BGM ഇട്ടതാ, വേറൊന്നുമില്ല എന്നാണ്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. ഫോറസ്റ്റ് അപരാധം, അതിൽ കുറച്ചൊന്നും പറയാൻ കഴിയില്ല. ഫോക്കസ്മാർ എന്ത് ചെയ്താലും നമുക്ക് ഒന്നുമില്ല. എല്ലാവരും എനിക്ക് കണ്ടുകൂടാണ്ടായിട്ടില്ല, ഇവരെനിക്ക് കണ്ടുകൂടാ. അതിനിടയ്ക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അപരാധം പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും അപരാധം പറയാ. അത് പിന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക നമ്മള്. സാമൂഹ്യ പ്രതിബദ്ധത മനസ്സിലായി. എനിക്ക് സിനിമയിൽ തന്നെ വേറെയും തൊഴിലുകൾ അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾട്ടർനേറ്റ് കരിയർ ഓപ്ഷൻ അതൊന്നും. സിനിമ ഒരു ഗംഭീര സിനിമയായി വേറൊരാൾക്ക് ചിലപ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരിക്കും. പടം നല്ല തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തൂടെ?